തായോളി അവന്റെ അമ്മയുടെ പൂറ് മയില് തായോളി കുണ്ണ അണ്ടി ചപ്പി തൊലിച്ച് കുണ്ണ വടിച്ച് തൊലിച്ച് ഒറ്റത്തെത്തിച്ച് അവന്റെ അടിച്ച് അവന്റെ അമ്മയുടെ മുഖത്തേട്ട് അടിച്ചിട്ടുള്ള തായോളി മോനെ. അയ്യോ അയ്യോ എനിക്ക് പുതിയ തെറി വേണം. പുതിയ തെറി പറഞ്ഞോ? വിശാലിന്റെ അപ്പന്റെ കുണ്ണ. വിശാല് അവന്റെ അപ്പന്റെ കുണ്ണയാണ്. അയ്യോ വിശാലിന്റെ അർത്ഥം അറിയണോ പൂര് മക്കളെ? അറിയോ വിശാലിന്റെ അർത്ഥം അറിയോടെ പൂര് മക്കളെ? എന്താ അറിയോ? അവന്റെ അമ്മേടെ അനിയത്തിയുടെ പണി തായോളി മോനെ. തായോളിയോ ഓടെ പൂറി പുണ്ടിച്ചു മോനെ. എന്റെ അപ്പന്റെ പൂറ്. അയ്യോ പിള്ളേടെ അപ്പന് പൂറുണ്ടെന്ന്. പിള്ളേടെ അപ്പന് പൂറ്. പിള്ളേടെ അപ്പന് പൂറുണ്ടെന്ന്. പിള്ളേടെ അപ്പന് പൂറ്. പിള്ളേടെ അപ്പന്റെ പൂറ് കീറിയേ. അയ്യോ പിള്ളേടെ അപ്പന്റെ പൂറി പണിയവനാണ് അനന്തു. പിള്ളേടെ അപ്പന്റെ പൂരി പണിയപ്പോ കജ്ജനുണ്ടായേ. ആനന്ദ് സോമൻ അവന്റെ അപ്പന്റെ അണ്ടി. ആനന്ദ് സോമനെ തെറി വിളിച്ചിട്ടുള്ളു. ബാക്കി കാര്യം അവൻ ആരാന്ന് അവന്റെ വിചാരം? നിനക്കൊന്നും വേറെ പണിയില്ലടാ പൂരി മോനെ. അയ്യോ മേലാകെ ചൊറിയണം. ചൊറിയാൻ പറ്റാനുള്ള ചൊറിഞ്ഞു തരും. സമയം 12:02 ആനന്ദ് സോമൻ അണ്ടിയാ. അവൻ ആരാന്ന് അവന്റെ വിചാരം? അവന്റെ വിചാരം അവൻ വലിയ കുണ്ണയാണ്. അവനൊരു കുണ്ണയല്ല പൂറാവൻ. പൂറ് അവന്റെ അപ്പന്റെ കുണ്ണ സോമൻ പോലും അല്ലേ. അവന്റെ ഒരു സോണിച്ചേട്ടനുണ്ടല്ലോ അങ്ങേർക്ക് തന്നെ വലിയ അണ്ടിയാണ്. വലിപ്പമുള്ള അണ്ടി ആയതുകൊണ്ടാണ് അങ്ങേര് ഇത്ര വലിയ ആളായ. വലിയ ആളാന്ന് അവന്റെ വിചാരം. അന്ന് ഉടുമ്പിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കളിച്ചു. അവൻ പൂറുണ്ടാക്കി. അയ്യോ അവന് ഉടുമ്പിന്റെ അടുത്തേ പന്നീന്ന് ഞങ്ങൾ വന്ന് നോക്കുമ്പോ അവൻ വലിയ അണ്ടിയും വെച്ച് അവൻ പണ്ണുമായിരുന്നു ആണെന്ന് പറഞ്ഞു. ഇല്ല അവൻ പന്നി. ഇപ്പൊ അവൻ സെയിൽസ് ഗേളാവാൻ പോയേക്കുവാണ്. ആനന്ദ് കഴിഞ്ഞ ദിവസം വന്നിട്ട് സെയിൽസ് ഗേളാവാൻ പണി. അവന്റെ സ്വഭാവം പെരുമാറാൻ അറിയില്ലെന്ന്. അവൻ അണ്ടി അപ്പണ എങ്ങനെയാന്ന് അറിയില്ല. അല്ല അവന്റെ ചേട്ടൻ. അയ്യോ ഇങ്ങനെ ഫിറ്റ് ആവണ 4-5 അടിച്ചുള്ളൂ. സോനിച്ചേട്ടൻ മുറ്റ ജിമ്മല്ലേ അവന്റെ അപ്പന്റെ അണ്ടി. ജിമ്മി വന്നിട്ട് അവന് പറയണേ പിന്നെ മനുഷ്യനാന്ന് പറഞ്ഞിട്ടായില്ല. സൗണ്ട് ഇങ്ങനെയാ. അവന്റെ സോനിച്ചേട്ടന്റെ കൊതം ആസനം പോടെ പൂരി തായോളി കുണ്ടിച്ചു മോനെ. അവന്റെ അണ്ടി കിട്ടി ഞാൻ ചപ്പി കുണ്ടിച്ച്. ഈ തെറിയൊന്നും എന്റെ വായി വന്നില്ല. പുതിയ തെറി വല്ലതും കിട്ടിയാലുള്ളൂ. വിശാല് വിശാല് മതിയോ? വിശാല് പുതിയ തെറി. സോനിച്ചേട്ടനെ കുറച്ച് അടുത്ത പുതിയ സോനിച്ചേട്ടൻ വിശാല. അവന്റെ അമ്മേനെ അനിയത്തിനൊക്കെ പണി. അയ്യോ ഫിൻലാൻഡല്ലേ? ഫിൻലാൻഡ് അവന്റെ സോനിച്ചേട്ടൻ ഫിൻലാൻഡിലുണ്ടായ കൊച്ചാണ്. ഒരു സാധനം തന്നിട്ട് പറയാം. സോനിച്ചേട്ടന് ഫിൻലാൻഡ് കട്ടില്ലേ? ഉഷാമ ഫിൻലാൻഡിലായിരുന്നു ആടെ. ഏതോ ഫിൻലാൻഡുകാരെ പണിപ്പോണ്ടായ കൊച്ചാണ് സോനു. എന്ത് സോനു വേറെ ഉണ്ട്. ചിന്നു പണിപ്പുണ്ടായതാണോ? പിള്ളേ നീ എന്താ ഇങ്ങനെ ഇറങ്ങണേ? സോനുവിനും ചിന്നുവിന്റെയും പണി ഇപ്പൊ ഉണ്ടായ കൊച്ചാണ് സോനു. സോനും പിള്ള. ആനന്ദ് സോമൻ പിള്ള സോമൻ. ആനന്ദിനും പിള്ളക്ക് ഒരക്ഷര ചെണ്ടികള്. ഇന്നത്തെ ജനാർദ്ദനം പിള്ളാന്ന് ആനന്ദ് സോമൻ പേരിട്ട് നടക്കുക നാട്ടില്. ഒരക്ഷര. അയ്യോ
ഒരക്ഷരമുണ്ടായ മക്കൾ, ഒരു മക്കൾ. അയ്യോ അയ്യോ അയ്യോ, സമാജത്തിന് വണ്ടി വിളിക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. സമാജ പൂർവ്വം. അയ്യോ, അതിനിടയ്ക്ക് വാരശാല വിളിക്കാൻ വേറൊരിടത്ത്. എന്ത് പോടെ പൂറ, നിന്റെ സമാജം തുടിക്കാൻ അവിടെ ഒത്തു നടപ്പുണ്ടല്ലോ, ആക്സസ് വിട്ട് ഭയങ്കര പൊളിയാണല്ലോ. കഴിഞ്ഞ ദിവസം സെൻ എടുത്തോണ്ട് പോയിട്ട് അണ്ടിയപ്പാണല്ലോ സെന്ന് അണ്ടിയപ്പാണെന്നും പറഞ്ഞ് സെന്ന് വിളിച്ചല്ലോ. അയ്യോ, ഇതെന്താ കമ്പോ? അയ്യോ, എന്റെ തലയെ കൊണ്ട്. ഒരു ക്യാമറ ഇല്ലാണ്ടായിപ്പോയല്ലോടാ. വീഡിയോ എടുത്ത് കാണിക്കണാരും. അല്ല അല്ല, കണ്ടാ അറിയാം. സമാജാന്റെ വണ്ടി പറ. ഇതെന്താ വണ്ടിയാ? പോടാ, സമാജം പ്രസിഡന്റ്. അയ്യോ, സമാജം പ്രസിഡന്റ് ആണെന്നും പറഞ്ഞ പ്രസംഗം. എന്റെ നമ്മള് സെക്രട്ടേറിയറ്റിൽ പോയി പണ്ണേണ്ടി വരും. അതിന് ആരൊക്കെ പണ്ണാൻ വേറാണ്? ഈ പിള്ളേരിൽ ഏതൊക്കെ പിള്ളേര് പണ്ണും നന്നായിട്ട്? നീ പണ്ണൂന്ന് എനിക്കറിയാം, പക്ഷെ പണ്ണണേന് രീതിയൊക്കെ ഉണ്ട് മക്കളെ. അയ്യോ, കല്യാണം മൂന്നായിട്ടാ കാണുള്ള. ദിവസം പോരല്ല, അഞ്ചെണ്ണായിട്ട് കണ്ടല്ലേ. കൈയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താന്ന് നാളെ വെക്കണം. ഡിസ്ക്രിപ്ഷൻ പറ. സമാജം വാള് വെക്കണം. വാള് വെക്കാൻ പാടില്ല. വെക്കണമെങ്കിൽ വാള് വെക്കണം. വാള് വെക്കാൻ പാടില്ല. വാള് വെക്കാൻ വലിയൊരു മനുഷ്യനാണ്. എനിക്ക് പേടിയാ. ഞാൻ ഒന്നും ചെയ്യില്ല, എന്റെ പൊന്നാണ്. ഞാൻ ചുമ്മാ ആക്കി എടുക്കാം. ഈ ആക്ടിങ്ങിന്റെ പേരാണ് കെട്ടെന്ന്. പോണ്ട, വീട്ടു വിളിക്കാനോ? വീട്ടു വിളിച്ച് ചിറ്റായാലും പോണ്ട. എത്ര ആയിരം